ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശിനി വിഭഞ്ചികയുടെ അമ്മ ശൈലജ ഷാർജയിലെത്തി. ബന്ധുവിനൊപ്പം ഇന്ന് പുലർച്ചെയാണ് എത്തിയത്. വിഭഞ്ചികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അധികൃതരെ അറിയിക്കും. വിഭഞ്ചികയുടെ സഹോദരൻ വിനോദും ഇന്ന് രാത്രി ഷാർജയിലെത്തും. ഭർത്താവ് നിധീഷിനെതിരെ ഷാർജ പോലീസിൽ പരാതി നൽകാനും ആലോചനയുണ്ട്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നു. സുരേഷ്, ഗുഡ് മോർണിംഗ്. ഈ നിധീഷിനും കുടുംബത്തിനുമെതിരെ ഷാർജയിൽ പരാതി നൽകിയാൽ ഒരുപക്ഷെ ഇവർക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമോ? ഇത്തരത്തിലൊരു കുടുംബ പ്രശ്നവും പീഡനങ്ങളും അനുഭവിച്ചിരുന്നു എന്ന കാര്യം ഷാർജ സർക്കാരിന് ബോധ്യപ്പെട്ടാൽ? മോത്തി, നമ്മൾ വാർത്തയൊക്കെ നൽകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഹൃദയം ഉലഞ്ഞു പോകുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുമല്ലോ. അതുപോലൊരു കാഴ്ചയാണ് ഇപ്പോൾ ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കാണാൻ കഴിഞ്ഞത്. അമ്മ കഴിഞ്ഞ ഒരാഴ്ചയോളമായി മകളുടെയും പേരക്കുട്ടിയുടെയും മരണവിവരം ഇങ്ങനെ പലരിൽ നിന്നായി അറിഞ്ഞും കേട്ടും കരഞ്ഞ് നാട്ടിൽ കഴിയുന്ന അമ്മ ഒടുവിൽ ഈ മൃതശരീരങ്ങൾ ഉള്ള നാട്ടിൽ എത്തുകയാണ്. ആ വിമാനത്താവളത്തിൽ നിന്നും അവർ പുറത്തേക്ക് വരുമ്പോൾ ഒട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. നിൽക്കാൻ കഴിയില്ല, വീൽ ചെയറിൽ ഇരുത്തിയാണ് അവർ കൊണ്ടുപോകുന്നത്. കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സർജറി കഴിഞ്ഞിട്ട്, ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് കഷ്ടിച്ച് 2 ആഴ്ച മാത്രമേ ആകുന്നുള്ളൂ. ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പോൾ ഇത്തരം ശാരീരിക അവശതകളും മാനസികമായി തകർന്നു പോയിട്ടുള്ള ഒരു അമ്മ ഇവിടെ എത്തിയിരിക്കുന്നു. അല്പം മുൻപ് എത്തി. ആ വിമാനത്താവളത്തിൽ ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള വിഭജികയുടെ സഹോദരന്റെ ഭാര്യയുടെ സഹോദരനാണ് ഇപ്പോൾ ശ്രീജിത്ത് ഇവിടെ വന്നത്. അതോടൊപ്പം തന്നെ ശ്രീജിത്തിന്റെ ഭാര്യ സൗമ്യ എന്ന് വിളിക്കും. അവർ രണ്ടുപേരും ആണ് വിമാനത്താവളത്തിൽ എത്തിയത്. സൗമ്യയുടെ അമ്മയ്ക്കൊപ്പമാണ് ഇപ്പോൾ ശൈലജ, വിഭജികയുടെ അമ്മ, വന്നിട്ടുള്ളത്. ഇവർ ഷാർജയിലെ ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. ഇനി ഇവിടെയുള്ള നടക്കുന്ന നടപടിക്രമങ്ങൾ ഏറ്റവും പ്രധാനം. ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് രാത്രിയോടുകൂടി വിഭജികയുടെ സഹോദരൻ വിനോദ് കൂടി കാനഡയിൽ നിന്നും എത്തും. പക്ഷെ അതിനു മുൻപ് തന്നെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധികളുമായി ഈ ശൈലജ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഉച്ചയ്ക്ക് മുൻപ് തന്നെ അത് നടത്താനാണ് ആലോചിക്കുന്നത്. അതിനുശേഷം ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായും കൂടിക്കാഴ്ച നടത്തും. അമ്മ തങ്ങളുടെ അവസ്ഥ, അതോടൊപ്പം തന്നെ മകൾ അനുഭവിച്ചിട്ടുള്ള പീഡനം, അതോടൊപ്പം തന്നെ മൃതദേഹം വിട്ടുകിട്ടണം, അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം, ഇക്കാര്യങ്ങളൊക്കെ ഈ കൂടിക്കാഴ്ചകളിൽ ഉന്നയിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആയിരിക്കും ഷാർജ പോലീസിൽ പരാതി നൽകാനുള്ള ആലോചന കൂടി. കാരണം നിതീഷ് ഇവിടെയാണ് കഴിയുന്നത്. സ്വാഭാവികമായും ഇവിടെയും കൂടെ ഒരു പരാതി നൽകിയെങ്കിൽ മാത്രമേ ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായി നിതീഷിനെ കസ്റ്റഡിയിലെടുത്ത് ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതൊരു നടപടിക്രമങ്ങളൊക്കെ പിന്നീട് ശേഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒരു പരാതി വേണമെന്ന് കുടുംബത്തിന് അറിയാം. അത്തരത്തിലുള്ള ഉപദേശവും നിർദ്ദേശവും കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഷാർജ പോകുന്നതിനും ഇവരുമായി ചർച്ചകൾ നടത്തുന്നതിനുമൊക്കെ മലയാളി അസോസിയേഷന്റെ ഒരു സാന്നിധ്യം, അവരുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് സുരേഷ്? മോത്തി, ഷാർജ ഇന്ത്യൻ അസോസിയേഷനാണ് ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ PR ഉണ്ട്. ആ PR-യുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. മാത്രമല്ല ഷാർജ ഇന്ത്യൻ അസോസിയേഷനും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും തമ്മിൽ വലിയ അടുപ്പമുണ്ട്. CG മലയാളിയാണ്, പാലക്കാട്ടുകാരനാണ്. അപ്പോൾ അത് കോൺസുൽ ജനറൽ പാലക്കാട്ടുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം കോടതിയിൽ നിന്നും, പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും കോൺസുലേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ വിഭജിയുടെ കുടുംബം ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുകയും ചെയ്യുന്നത്. മകൾ അനുഭവിച്ചിട്ടുള്ള ഈ പീഡനങ്ങൾ, അത് മകളുടെ കത്തിൽ, വിഭജികയുടെ കത്തിൽ പറയുന്ന കാര്യങ്ങൾ, വിഭജികയുടെ ശരീരത്തിലുള്ള മുറിപ്പാടുകൾ, അതൊക്കെ തന്നെ ഈ അമ്മ ഇവരെ എല്ലാവരെയും ബോധ്യപ്പെടുത്തും. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. മാത്രമല്ല, നേരത്തെ മോദി ചോദിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഷാർജയിലെ കോടതിയും കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. സ്വാഭാവികമായും നമ്മൾ നിയമവിദഗ്ധരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഷാർജ നിയമം ഈ ഗാർഹിക പീഡന കേസിൽ കുറെ കൂടി ശക്തവും വളരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുന്ന ഒരു നിയമ സംവിധാനമാണ് ഷാർജയിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പീഡനത്തിനിരയാകുന്ന സ്ത്രീക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് തന്നെയാണ് പലപ്പോഴും കോടതികളിലൊക്കെ തീരുമാനം വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ ഈ കുടുംബത്തിന് ഇപ്പോഴും ഉണ്ട്. വിഭജികയ്ക്ക് നീതി കിട്ടും, വിഭജിയുടെ മകൾ വൈഭവിയെ വിട്ടുകിട്ടും, അമ്മയെയും കുഞ്ഞിനെയും ഒരുമിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ ഇപ്പോഴും.